സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ നിരന്തരമുള്ള എല്ലാ സ്നേഹിതന്മാരെയും പുതുതായിട്ടുള്ളവരെ എല്ലാവരെയും ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നാം ഒരുമിച്ച് നയിക്കുന്ന ഈ ശുശ്രൂഷ, ഒരുമിച്ച് പങ്കെടുക്കുന്നതായ ഈ വചനധ്യാനം, ഇത് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യുവാനും അത് യൂട്യൂബ് വഴി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലിങ്ക് അയച്ചു കൊടുത്തും അല്ലാതെ എല്ലാ വിധത്തിലും ഈ വേലയിൽ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. മറക്കാതിരിക്കാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് എല്ലാവരും അറിയണമെന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇത് ചെയ്യുന്നത്, പറയുന്നത്. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് കാരണമാകുന്നത് എബ്രായ ലേഖനം 9:15 അതിൻ്റെ ആ അസ്ഥിവാരം ഒന്ന് പറയാം. ഈ ലോകത്തെ ഇന്നത്തെ സ്ഥിതിയിൽ എങ്കിലും നിലനിർത്തുന്നത്, താങ്ങുന്നത് ആരാണ്, എന്താണ്? ലോകത്തിന് അറിയത്തില്ല, സമൂഹത്തിന് വേണ്ടവന് അറിയത്തില്ല. എന്നാൽ ഞങ്ങൾക്ക് അതറിയാം. ആ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ലോകത്തെ താങ്ങുന്ന 3 മധ്യസ്ഥരുണ്ട്. ആ 3 മധ്യസ്ഥരെയും നിങ്ങൾക്ക് ഷോർട്ടായിട്ട്, അതുപോലെ ചുരുക്കമായിട്ട് പറഞ്ഞു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 9:15 അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഈ വചനത്തെയും നമ്മുടെ ഇപ്പോഴത്തെ ധ്യാനത്തെയും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് 1-2 വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ലോകരക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ വായിച്ച വചനത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കേൾക്കുന്ന എല്ലാ ലൈവ് ആയിട്ട് കേൾക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതേടുത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നിയോഗവും നിയമനവും ഇല്ലാത്ത ഒരു വാക്കും പറയുവാനിട വരാതെ വണ്ണം നാവോടുകൂടെ വായോടുകൂടെ ഇരുന്ന് കർത്താവ് കാര്യങ്ങളെ നിയന്ത്രിച്ച് ആയിരങ്ങൾക്കിത് ഫലവും ഗുണവുമാകാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധജനത്തെ ചേർക്കുവാനായി വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമ്മൾ വായിച്ചത് ലോകത്തെ താങ്ങുന്ന 3 മധ്യസ്ഥന്മാരിൽ ഒരാളായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശുക്രിസ്തു 24 മണിക്കൂറും ദൈവവലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് ലോകത്തിന് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കാതെ വണ്ണം, കോപത്തെ തടയുന്നതിന് വേണ്ടി, ജനത്തെ ഏത് വിധത്തിലും ഉദ്ധരിക്കാൻ, രക്ഷിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളും കൂട്ടാളികളുമാക്കാൻ വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ് വായിച്ചത്. ഒന്നുകൂടെ അതൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 9:15. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് വാഗ്ദത്തം ലഭിക്കേണ്ടതിന്
അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. അതെ, ലഭിക്കേണ്ടതിന്, വാഗ്ദത്തം ലഭിക്കേണ്ടതിന് അതിനൊരു പുതിയ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. ആ നിയമമാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ താളിൽ തുടങ്ങുന്നത്. നമ്മുടെ കർത്താവിന് ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. ആ പുതിയ നിയമത്തിലെ കാര്യങ്ങൾ അച്ചടക്കത്തോടെ, അനുസരണത്തോടെ കർത്താവിനെ അനുഗമിക്കാൻ ജനം തയ്യാറാകേണ്ടതിന് വേണ്ടി അവരുടെ പാപത്തെയും ഭീകരമായ അവരുടെ സ്വഭാവങ്ങളെയും ദൈവം ക്ഷമിക്കേണ്ടതിന് വേണ്ടി പിതൃവലഭാഗം ഇരുന്നുകൊണ്ട് യേശു മധ്യസ്ഥം അണയ്ക്കുന്നു എന്നാണ് അവിടെ വായിച്ചത്. മറ്റൊരു വചനഭാഗം കൂടെ വായിക്കാം. അത് റോമാലേഖനം 8:34 ക്രിസ്തു യേശു മരിച്ചവൻ 8:34 യെസ്. ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ഈ ലോക സ്വഭാവത്തെ പിതാവായ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ അത്ര ഭീകരമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വരികയില്ല. ഈ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതുമായ ഒരുപാട് അനർത്ഥങ്ങൾ, അപകടങ്ങൾ, യുദ്ധങ്ങൾ എന്ന് വേണ്ട മരണങ്ങൾ, ഇടപ്രായത്തിൽ വെച്ച് കൊന്നുകളയുന്ന കൊലപാതകങ്ങൾ, എത്രയോ ആയിരക്കണക്കിന് കേസുകൾ, അതിന് നേരെ ദൈവത്തിൻ്റെ കോപം പുകയുമ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ഇരുന്നു കൊണ്ട് മധ്യസ്ഥം ചെയ്യുന്നു. അതിനോട് എഴുതി പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഒരു വക്കീലിൻ്റെ ആ രീതിയാണത് വരുന്നത്. ഒരു അഡ്വക്കേറ്റ് ഒരു പ്രതിക്ക് വേണ്ടി കോടതിയിൽ ആ പ്രതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതി കുറ്റക്കാരനല്ല, ശിക്ഷാർഹനല്ല എന്ന് വരുത്തി തീർക്കാനായി വാദിക്കുന്നു. അതാണ് ഇവൻ്റെ പക്ഷപാതം അഡ്വക്കേറ്റ് ചെയ്യുന്നു. ഇതേ പണിയാണ് യേശു ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അത് ചെയ്യുന്നത് കൊണ്ട് കർത്താവിൻ്റെ വാക്കിനെയും പ്രാർത്ഥനയെയും സാന്നിധ്യത്തെയും മറികടന്ന് കോപം ജ്വലിപ്പിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. കാരണം മനുഷ്യ കൈകൊണ്ട് ചെയ്യുന്ന പാപത്തിന് യേശുവിന് കൈ കാണിച്ച് അവിടെ ദൈവത്തോട് കോപം ശമിക്കാൻ ഇടയാക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് ചെയ്യുന്ന പാപത്തിന് യേശുവിനെ തലയിലടിച്ച് മുൾക്കിലെടുത്തെ കാണിച്ച് പറയാൻ പറ്റും. അങ്ങനെ ഓരോ അവയവങ്ങളും മനുഷ്യർ പറഞ്ഞു കൂട്ടുന്ന പാപത്തിൻ്റെ ഭീകരതയെ തടുക്കുവാൻ യേശുവിൻ്റെ സാന്നിധ്യത്തിനും പക്ഷപാതത്തിനും കഴിയും. അങ്ങനെ ഇന്ന് ഈ ലോകം ഇത്രയെങ്കിലും സമാധാനപരമായി, അല്ലെങ്കിൽ ക്ഷമാപരമായി, സഹിഷ്ണുതയോടെ, ത്യാഗത്തോടെ, സഹനത്തോടെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം 3 വിലപ്പെട്ട പക്ഷപാതക്കാർ, മധ്യസ്ഥന്മാർ പിതാവിൻ്റെ മുമ്പിലുണ്ട്. ഇതൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നും ക്രിസ്തു വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരും അത് മനസ്സിലാക്കിയിട്ടില്ലെന്നും ഈ ഭരണകർത്താക്കളായിരിക്കുന്ന ലോക നേതൃത്വം വഹിക്കുന്നവർ അതൊന്നും ചിന്തിക്കാറില്ലെന്നും എനിക്ക് ബോധ്യമുണ്ട്. ലോകകാര്യങ്ങളെക്കുറിച്ച് പത്രദ്വാര, TV ദ്വാര, മറ്റ് വിവിധ മാർഗത്തിൽ കൂടെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് അതറിയാം. അതുകൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ട് ഈ കാര്യം പറയുന്നത്, ഇന്നത്തെ ലോകത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ 3 മധ്യസ്ഥത കൊണ്ടാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളത് അംഗീകരിച്ചില്ല എന്നിരിക്കട്ടെ, വിശ്വസിച്ചില്ല എന്നിരിക്കട്ടെ, ശ്രദ്ധിക്കുന്നില്ലെന്നിരിക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങളിതൊന്നും കേട്ടിട്ടില്ല, അഥവാ ഈ വിധത്തിൽ ചിന്തിച്ചിട്ടില്ല, ഈ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉദ്യമിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിതിനെ തള്ളിയെന്ന് വരാം. പക്ഷേ
ദൈവാത്മാവ് എന്നെ ഇതിനു വേണ്ടി നിർത്തി. ഈ 3 മധ്യസ്ഥരെ 3 എപ്പിസോഡുകളായിട്ട് പറയും. ഒന്നിച്ച് പറഞ്ഞാൽ കൃത്യമാവില്ല, മനസ്സിലാവില്ല. അതുകൊണ്ട് യേശു ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അഥവാ അതിന് തെളിവായിട്ട് പറയുകയാണെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യത്തിലേക്ക് ഒന്ന് പോകാം. 2 കൊരിന്ത്യർ 5-ന്റെ 19-20. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഭൂമിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അതിന് വിശദമായ വിവരങ്ങൾ പിന്നാലെ പറയാം, ചിലപ്പോൾ അത് അടുത്ത എപ്പിസോഡിലാകും. അപ്പോൾ ഇവിടെ ആ ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത്, ഈ അപ്പോസ്തലൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പഴമ പോലെയാണ്, ഒരു പരിചയം പോലെയാണ്. എന്നാൽ അങ്ങനെയല്ല സഹോദരങ്ങളെ, അങ്ങനെയല്ല. ദൈവം അവരെ ഒരുക്കിയെടുത്ത് ദൈവിക ദർശനത്താൽ അവർക്ക് വെളിപ്പാടുകളെ നൽകി. പഴയ നിയമത്തിൽ വെളിപ്പാടുകളും ആലോചനകളും സന്ദേശങ്ങളും നൽകി പ്രവാചകന്മാരെ ലോകത്തോട് സംസാരിക്കാൻ, ഇസ്രായേലിനോട് സംസാരിക്കാൻ ദൈവം നിർത്തിയതുപോലെ ഈ നൂറ്റാണ്ടിലെന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയുടെ കാലത്ത് AD കാലയളവിൽ ദൈവം അങ്ങനെയുള്ളവരെ നിർത്തി. അത് ആ അപ്പോസ്തലൻ പറയുന്നു, ഈ ലോകത്തെ കുറിച്ച് സംസാരിക്കുവാൻ അഥവാ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ പകരക്കാരാണ്. എന്തായി പകരക്കാരെന്ന് പറഞ്ഞാൽ സ്തോത്രം, കോടതിയിൽ നിന്നൊരു സമൻസ് പ്രതിയുടെ വീട്ടിലെത്തിക്കുന്നത് ജഡ്ജിയോ വക്കീലോ ഒന്നും അല്ലല്ലോ. അതിനുവേണ്ടി പ്രത്യേക നിയോഗിതരായിരിക്കുന്ന ചില ആൾക്കാരില്ലേ, അവർ കോടതിക്ക് വേണ്ടി വന്നതാണ്. കോടതിയിൽ ആജ്ഞാനുവർത്തികളാണ്. അത് ആ വീട്ടുകാരെ അറിയിക്കണം, ആ സമൻസ് അവർക്ക് കൊടുക്കണം. അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ക്രിസ്തുവിന് പകരക്കാരാണ്. ക്രിസ്തുവിൻ്റെ വായ ഞങ്ങളുടെ വായാണ്. 2 കൊരിന്ത്യർ 13:3 വായിച്ചു. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നു. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്തുവിന് പകരക്കാരാണ് ശുശ്രൂഷകന്മാർ. അതായിരിക്കണം. ക്രിസ്തുവിൻ്റെ പകരക്കാരെന്ന് പറയുമ്പോൾ ക്രിസ്തു ഇവനിൽ കൂടെ സംസാരിക്കുന്നു. ഒരു മൈക്ക് വർക്ക് ചെയ്യുമ്പോൾ മൈക്കിൻ്റെ ആ ശബ്ദം വരുന്നത്, അതിൻ്റെ മൈക്രോഫോണിൽ ആരോ സംസാരിക്കുമ്പോൾ ആ ബോക്സിൽ കൂടെ അത് പുറത്തേക്ക് വരുന്നു. ബോക്സ് സംസാരിക്കുന്നില്ലല്ലോ, മൈക്രോഫോൺ സംസാരിക്കുന്നില്ലല്ലോ. മൈക്രോഫോണിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുകയല്ലേ. അപ്പോൾ ആ ബോക്സ് പറയുന്നു, ഇതാ ഇന്നാര് സംസാരിക്കുന്ന ശബ്ദം സപ്ലൈ ചെയ്യുകയാണ് ഞാൻ, അത് പുറത്തേക്ക് വിടുകയാണ്, അത് നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഞാൻ എന്നതുപോലെ ഞങ്ങളൊക്കെ അവന് പകരക്കാരാണെന്നേ. പകരക്കാരാണെന്ന് TV-ക്ക് മുമ്പിൽ പറയുകയും ബോധിച്ചതുപോലെ സംസാരിക്കുകയും ബോധിച്ചതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പക്ക കള്ളന്മാരാ, അശുദ്ധരാ. അല്ല, സത്യമാണെങ്കിൽ അത് നിങ്ങളെ കുഴയ്ക്കും. ഇനി നിങ്ങൾക്ക് ഒഴിയാൻ നിവൃത്തിയില്ല. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തുവിന് പകരക്കാരാണ് ഞങ്ങളെന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു.
ക്രിസ്തു അഡ്വക്കേറ്റ് ആയിരിക്കുന്നു. ക്രിസ്തു ഈ ലോകത്തിലെ സകല കുറ്റവാളികളായ ആൾക്കാർക്ക് വേണ്ടി ദൈവത്തോട് പ്രതിവാദിക്കുന്നു. അങ്ങനെ ഇവരെ തടഞ്ഞു നിർത്തുന്നു. ലോകത്തിന് അനർത്ഥങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല. ഇത് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ഞങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സംശയം വിചാരിക്കേണ്ട, ഞങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 59:2 വായിച്ചു നോക്കിക്കേ. യെശയ്യാ 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഭിന്നതയുടെ കാരണം മനുഷ്യന്റെ അകൃത്യം. ഈ അകൃത്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പിന്നെയും അത് ചെയ്യുന്നവരായ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് സംസാരിക്കുന്നു. പോരാ, ലോകത്തിൽ അത് സംസാരിക്കുന്നു, അത് വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യബോധത്തോടു കൂടെ അല്ല എന്ന് വരികിൽ, സത്യസന്ധമായിട്ടല്ല എന്ന് വരികിൽ, ഇത് എത്ര കാലം പോകാൻ കഴിയും? ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ ദൈവമാണ്, മനുഷ്യരാരുമല്ല. നിങ്ങളിതിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നവരും പാടുപെടുന്നവരുമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, മനുഷ്യൻ്റെ അകൃത്യത്തിന് യേശുക്രിസ്തു ദൈവം ഭാഗത്തുനിന്ന് പക്ഷപാതം ചെയ്യുന്നു. ദൈവവും മനുഷ്യനുമായിട്ട് ഭിന്നതയാണ്. ദൈവത്തെ നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഒരു കാര്യമാണ് അകൃത്യങ്ങൾ. ലൂക്കോസ് 21:34 വായിച്ചു നോക്കാം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ ഒരു പ്രാർത്ഥന, ഇതൊരു പക്ഷേ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഞാൻ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ചെയ്യുന്ന വേറൊരാളെ കാണിക്കാനോ പറയാനോ കഴിയുമോ? തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു, മുഖത്ത് രോമമെല്ലാം വലിച്ചു പറിച്ചു, അവൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പി, അവനെ നിന്ദിക്കാവുന്നതിനെയും പരിഹസിക്കാവുന്നതിൻ്റെയും ഉപദ്രവിക്കാവുന്നതിൻ്റെയും ക്ലൈമാക്സ് വരെ അവർ ചെയ്തു. ഒടുവിൽ 3 ആണിയിൽ അവനെ മധ്യപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ 60-നും 30-നും ഇടയ്ക്കുള്ള മധ്യപ്രായത്തിൽ അവനെ തറച്ചു. പാറയിൽ വിട്ടിരുന്ന ഒരു കുഴിക്കകത്തേക്ക് അവനെയും ഈ കുരിശിനെയും കൂടി അങ്ങ് ഇട്ടു. അവൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടു. ഇത്രത്തോളം മൃഗീയമായി, ക്രൂരമായി, കഠിനമായി ചെയ്തവരായ മനുഷ്യരെ നോക്കിക്കൊണ്ട് പറയും, നിങ്ങൾ കേട്ടോ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകയാൽ ഗുരു ക്ഷമിക്കണമേ. സാധാരണ മനുഷ്യൻ്റെ വാചകത്തിനകത്ത് അതിനൊരു കുത്തി, ആ പ്രാർത്ഥനയ്ക്കകത്തൊരു കുത്തില്ലേ? എന്താണത്? അറിയായകയാൽ. അറിവില്ലെന്ന് പറഞ്ഞാൽ അവർ കോപിക്കത്തില്ലേ? അവർ അത്യധികമായി ഉപദ്രവിക്കത്തില്ലേ? എന്തെല്ലാം പീഡനങ്ങൾ ഇനിയും ചെയ്യാൻ സാധിച്ചേക്കാം. അറിയായകയാൽ. ഇത്രയും കഠോരമായി ചെയ്യുന്ന ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സ് വെച്ചൊന്ന് കേട്ടു നോക്കുക. സ്തോത്രം. 33-34 ഒന്ന് വായിച്ചാട്ടെ. ആ അധ്യായത്തിന് 23-ന്റെ 33-34. തലയോടിട്ടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആ യേശു ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു. ക്ഷമയുടെ മാർഗം, സഹനത്തിൻ്റെ മാർഗം, ത്യാഗത്തിൻ്റെ മാർഗം, സ്നേഹത്തിൻ്റെ മാർഗം, കരുതലിൻ്റെ മാർഗം, വീണ്ടെടുപ്പാൻ മനസ്സുള്ളതിൻ്റെ മാർഗം.
ഈ മാർഗത്തെയാണ് നിങ്ങൾ അപലപിച്ച് പുച്ഛിച്ച് തള്ളി ഉപദ്രവിക്കുന്നത്. ഞാൻ ആ ഭാഗം നിർത്തട്ടെ. പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാൻ ഇടയാകട്ടെ. ലോകത്തെ പ്രാർത്ഥന കൊണ്ട് താങ്ങുന്ന, മധ്യസ്ഥത കൊണ്ട് നിർത്തുന്ന, അറിവില്ലായ്മയ്ക്കും ക്രൂരതയ്ക്കും കഠിനമായ തിന്മയ്ക്കുമെതിരെ ദൈവമുമ്പാകെ ജാഗരിക്കുന്ന, ക്ഷമിക്കണമേ ദൈവമേ, ക്ഷമിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥം ചെയ്യുന്ന ഒരു യേശു പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട് എന്ന് റോമാലേഖനം 8:34 എബ്രായലേഖനം 9:15 ഞാൻ കേൾപ്പിച്ചില്ലേ? യേശു എന്ത് ചെയ്യുക? ഉറങ്ങുകയാണോ? അല്ല. യേശു എന്ത് ചെയ്യുക? ഒന്നുകൂടി അതിനെ അലങ്കാരികമായി പറഞ്ഞാൽ അവൻ ഇടപെടാതെ കണ്ണുനീർ വാർക്കുക. ഈ പാപത്തിന് നേരെ ശിക്ഷ വരാതിരിപ്പാൻ. അടുത്തുള്ള എപ്പിസോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം കുറച്ചും കൂടെ പിടികിട്ടും. ഞാൻ നിങ്ങളോട് ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ആവശ്യമില്ലെങ്കിൽ തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങളും ഞാനും സമാന്തരമെന്ന ഓർത്തുകൊണ്ട് കൈകൂപ്പി പറയുകയാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന, പേർ ചൊല്ലി വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന, അവൻ്റെ ആത്മാവിൽ നിറച്ച് ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലായിടത്തും സഹിക്കുന്നു, ക്ഷമിക്കുന്നു, മറക്കുന്നു, പൊറുക്കുന്നു. ഓർക്കുക പ്രിയരെ, ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ അപലപിക്കുകയും ആക്ഷേപിക്കുകയും കഠിനമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനൊക്കെ ഈ പ്രകൃതി പോലും ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. ഈ ക്രിസ്തുവാണ് എന്നിൽ സംസാരിക്കുന്നത്. ആ ക്രിസ്തുവിന് സംസാരിക്കുവാനുള്ള ഒരു മാധ്യമമാണ് ഞാൻ, ഒരു ഉപകരണമാണ് ഞാൻ. അതെ, ആ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സഹോദരനാണ് ഞാൻ. ഓർക്കാനും മനസ്സിലാക്കാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ക്രിസ്തു നിമിത്തം, കൊരിന്ത്യലേഖനത്തിലേക്ക് ഒന്നുകൂടി കേൾപ്പിക്കണം. ക്രിസ്തു നിമിത്തം ലോകത്തിന് ദൈവം ലംഘനത്തെ കണക്കിടാതെ, അത് നമ്മൾ പറഞ്ഞത് 1 കൊരിന്ത്യലേഖനം ആ വായിച്ച വാക്യം, ദൈവം ലോകത്തിന് എത്ര വാക്യം എന്ന് പറഞ്ഞാട്ടെ? 2 കൊരിന്ത്യർ 5:19. 2 കൊരിന്ത്യർ 5:19 വായിച്ചാട്ടെ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ ദൈവം പോലും കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ ലംഘനത്തിന് മുഴുവനും പകരക്കാരനായ ശിക്ഷ അനുഭവിച്ച യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണത്? ആ പിണക്കത്തെ, അകൽച്ചയെ, തമ്മിലുള്ള അടുക്കാൻ കഴിയാത്ത വിധത്തിൽ അശുദ്ധിയെ ദൈവം ക്ഷമിച്ച് നിരപ്പിച്ചു. ഈ മനുഷ്യരും ദൈവമായിട്ട് പിണക്കത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ നടുവിൽ ക്രിസ്തു നിൽക്കുന്നു. ഞാൻ മനസ്സിലാകുന്നതിന് വേണ്ടി പറയട്ടെ, എനിക്കും ദൈവത്തിനുമിടയിലുണ്ടായിരുന്ന പിണക്കം മാറ്റാൻ നിൽക്കുന്ന ക്രിസ്തു എന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ദൈവമിട്ട ഒരു പാലമാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം വെച്ച ഒരു ഗോവണിയാണ്. ആ പാലം വഴി കയറിച്ചല്ല, ഈ ഗോവണിയിൽ കൂടെ കയറിച്ചല്ല. കാരണം അതിന് നടുവിൽ, എനിക്കും ദൈവത്തിൻ്റെ നടുവിൽ ക്രിസ്തു. ഈ മലയാളം, ഈ ലളിതമായ സന്ദേശം, ശാന്തമായ ചിന്തയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മാറിക്കടന്നു പോകാൻ കഴിയും? കാരണം നിങ്ങൾക്ക് ക്രിസ്തുവിൽ പ്രത്യാശയില്ല, പ്രതീക്ഷയില്ല. ക്രിസ്തു നിങ്ങളുടെ ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. തിരിച്ച് എന്നോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്
ഏറ്റവും സൗമ്യതയോടെ ഞാൻ പറയുന്ന മറുപടി, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ക്രിസ്തുവാണ്. കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. എൻ്റെ ഹെഡ് ക്രിസ്തുവാണ്. ഭാര്യയോ മക്കളോ ഏതെങ്കിലും മറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിൽ അതോ ഇതൊന്നും എനിക്ക് തൃപ്തി വരുത്താതിരുന്നപ്പോൾ ക്രിസ്തു എന്നെ തൃപ്തനാക്കി മാറ്റി. ലോകത്തെ താങ്ങുന്ന 3 മധ്യസ്ഥന്മാരിൽ ഒന്നാമൻ, അഡ്വക്കേറ്റായി ഈ ലോകത്തിന് വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ കോപം ജ്വലിക്കാതിരിക്കാൻ വേണ്ടി വാദിക്കുന്നവൻ, ഇടപെടാതെ വാദിക്കുന്നവൻ, മുറിവ് കാണിച്ചുകൊണ്ട്, കയ്യിലടിച്ച കമ്പിയാണിയുടെ ആ ദ്വാരം കാണിച്ചുകൊണ്ട്, വിലാപ്പുറത്ത് കുത്തിയ ആ മുറിവ് കാണിച്ചുകൊണ്ട്, ദൈവമേ ഞാൻ അവർക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചതാണ്, അവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടാതെ വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ്, ഒരു സ്നേഹവാനായ യേശുവാണ്, കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവിനെ കിട്ടിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇന്നും അലയുന്നെങ്കിൽ സ്തോത്രം. ഓരോ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ മരുന്നിനേക്കാൾ അല്ലെങ്കിൽ ഈ ഔഷധത്തേക്കാൾ മേലെയാണ് ക്രിസ്തുവിൻ്റെ വചനമാകുന്ന ഔഷധം. ഓരോ ഡോക്ടർമാരെ കാണുമ്പോഴും പോകുമ്പോഴും നിങ്ങൾ ഓർക്കണം, സകല ഡോക്ടർമാരേക്കാൾ മേലെയാണ് മഹാ ഡോക്ടറായിരിക്കുന്ന യേശു ക്രിസ്തു. മരുന്നിന് പോകണ്ട, മരുന്ന് വാങ്ങണ്ട, ഡോക്ടറെ കാണണ്ട. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സകലത്തിനും മുമ്പേ സകലത്തിനും മേലെയായിരിക്കുന്ന കർത്താവ് നിയന്ത്രിക്കട്ടെ ഡോക്ടറെ, കർത്താവ് നിയന്ത്രിക്കട്ടെ മെഡിസിൻ എഴുതുന്നതിനെ, കർത്താവ് നിയന്ത്രിക്കട്ടെ നമുക്ക് കഴിക്കുന്ന മെഡിസിനെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുവായി തീരാനിടയാകട്ടെ. ആ യേശു നിങ്ങളെ 24 മണിക്കൂറും പിതാവിൻ്റെ മുമ്പാകെ കാണിച്ചുകൊണ്ട് മധ്യസ്ഥമണച്ച് താങ്ങി നിർത്തുന്ന അവൻ്റെ താങ്ങിനായിട്ട്, അവൻ്റെ മധ്യസ്ഥതയ്ക്കായിട്ട്, അവൻ്റെ സംരക്ഷണത്തിനായിട്ട് അവനെ സ്തുതിക്കാം. നിങ്ങൾ അവന് വേണ്ടി നിങ്ങളെ തന്നെ അർപ്പണം ചെയ്യാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പാകെ എത്തിക്കുവാൻ അവിടുത്തെ ആത്മാവ് ഉണർത്തി, ഒരുക്കി, നിയമിച്ചു, കൽപ്പിച്ചു. അതുമാത്രമടി അങ്ങ് നിവർത്തിക്കുന്നു കർത്താവേ. സിമിട്രി കൊണ്ട് തീരുന്ന ഈ അല്പായുസ്സിലെ നൈമിഷിക കാര്യങ്ങളെ പറഞ്ഞ് അവരുടെ ആത്മരക്ഷയും ദൈവരാജ്യവും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ കർത്താവെ ഇടവരേണ്ടതിന് ഞങ്ങൾ എല്ലാം അവരുടെ മരണശേഷമുള്ള സെമിട്രിക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ പറഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി അവരെ ആകർഷിക്കുന്നു, അവരെ ഓർമ്മപ്പെടുത്തുന്നു, അവരെ ഉത്സാഹിപ്പിക്കുന്നു, ഒരുക്കുന്നു. കർത്താവ് അവർക്ക് നറിയാലും പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.